ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നത്. താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രശ്നം കൂടി നിയമപരമായ കൃത്യതയ്ക്ക് വേണ്ടി പറയാം. നമ്മുടെ ക്രിമിനൽ നടപടിക്രമത്തിൽ 436A എന്ന ഒരു വകുപ്പ് 2005 ഉൾച്ചേർക്കുകയുണ്ടായി. ആ വകുപ്പിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു പ്രതി ജാമ്യം കിട്ട വിചാരണ നടക്കവേ ഇല്ലെങ്കിൽ വിചാരണ മുഴുവനാകുന്നതിന് മുമ്പ്, പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ജയിലിൽ അടക്കപ്പെട്ടാൽ ആ പ്രതിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷയുടെ പകുതി ശിക്ഷ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണം എന്ന രീതിയിൽ ക്രിമിനൽ നടപടിക്രമത്തിൽ 2005 ഭേദഗതി വരികയുണ്ടായി, ഒരു ഭേദഗതി ഉൾച്ചേർക്കുകയുണ്ടായി. പക്ഷെ ഇതുപോലും വലിയ വധശിക്ഷ പോലെയുള്ള ശിക്ഷകൾ വിധിക്കപ്പെടാവുന്ന കുറ്റങ്ങൾക്ക് ബാധകമല്ല. പക്ഷെ ഇതുപോലും വളരെ അസ്വീകാര്യമായിട്ടുള്ള ഒരു മാനദണ്ഡമാണ്, ക്രൈറ്റീരിയയാണ്. കാരണം ഇതിൻ്റെ പേരിൽ പോലും ഒരാളെ ഒരു പക്ഷേ 5 or 8 കൊല്ലം ജാമ്യമില്ലാതെ ജയിലിലടക്കാവുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ 436A വകുപ്പ് ഉൾച്ചേർത്തതിന് ശേഷം പോലും രാജ്യത്ത് സാധാരണ പൗരന്മാരുടെയും ഒരു പക്ഷേ ഈ രീതിയിലുള്ള പ്രതികളുടെയും ഒക്കെ തന്നെ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ഭീഷണി ശരിയായ വിധത്തിൽ എടുത്തു കളയുവാൻ സാധിച്ചിട്ടില്ല. ഈ വകുപ്പുകളെ പോലും, ഭേദഗതിയിലൂടെ ഉൾച്ചേർത്തിരിക്കുന്ന ഈ വ്യവസ്ഥകളെ പോലും നിർവീര്യമാക്കുന്ന വിധത്തിലാണ് പലപ്പോഴും ഗവൺമെന്റുകളും അതുപോലെ കോടതികൾ പോലും പ്രവർത്തിക്കുന്നത് എന്നത് ദുഃഖകരമാണ്. മദനിക്ക് വേണ്ടി കേസ് നടത്തിക്കുന്ന രീതിയിൽ ആ കേസ് നടത്തിപ്പിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ വിഷയത്തിൽ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട പാളിച്ചയാണ് ഇത് എന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളിൽ സ്വീകരിക്കുന്ന നിലപാട്, തീവ്രവാദത്തിനെതിരെ നമ്മുടെ കോടതികളും ഭരണകൂടവും സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും ആ നിയമത്തിൻ്റെ ബന്ധപ്പെട്ട നിയമങ്ങളുടെ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള ഉപയോഗത്തിലേക്ക് നയിക്കുകയും ഇല്ലെങ്കിൽ ഒരു അമിതോപയോഗത്തിലേക്കും അമിതാധികാര പ്രയോഗത്തിലേക്കും നയിക്കുകയും അത് ഒട്ടേറെ ഇരകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഈ ഒരു പ്രത്യേക കേസിലുള്ള നടത്തിപ്പിലുള്ള പാളിച്ചയായി ഈ കാര്യങ്ങളെ വെട്ടിച്ചുരുക്കി കാണുന്നത് ശരിയായിരിക്കില്ല. കാര്യങ്ങളോടുള്ള ശരിയായ സമഗ്രമായ സമീപനമായിരിക്കും. ഞാൻ തിരിച്ചറിയാം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഈ വിഷയത്തിൽ പൊതുസമൂഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് കൂടി നമ്മളിപ്പോൾ ചർച്ച ചെയ്തു പോകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഈ നിലയ്ക്ക് മദനിക്ക് നീതി നിഷേധം സംഭവിക്കുന്നു എന്ന നിലയ്ക്ക് വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന് ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ചർച്ചകളിൽ ആരെങ്കിലും പറയുന്നതല്ലാതെ അതിനുവേണ്ടി പൊതുവായ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. VS അച്യുതാനന്ദൻ്റെ ഒരു കത്തൊഴിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം? VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രമല്ല കർഷൻ, മുഖ്യമന്ത്രിയും അതേ സംബന്ധിച്ച് കത്തെഴുതുകയുണ്ടായി. അതും വാർത്തയായി വന്നിരുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ മദനിയുടെ ഈ ജയിൽവാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരം ഒരു ജനകീയ ജാഗ്രത ഉണ്ടായതെങ്കിൽ ഇത് ആദ്യഘട്ടം മുതൽ, ഇപ്പോൾ ഒരു വർഷമേ തികയുന്നുള്ളൂ, ആദ്യഘട്ടം മുതൽ ജനകീയ ജാഗ്രത രൂപപ്പെടുകയും ജസ്റ്റിസ് ഫോർ മദനി ഫോറം എന്നൊരു രൂപപ്പെടുകയും കേസിൻ്റെ മുഴുവൻ പണസമാഹരണം നടത്തുകയും വ്യത്യസ്ത കോടതികൾ ഇത് പണ്ടത്തുള്ളതിനേക്കാൾ മെച്ചമായി കേസ് റെപ്രസെൻ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ജനകീയ വികാരങ്ങളില്ല എന്നല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ധാരാളം ജനകീയ വികാരങ്ങളുണ്ടായി. ഞാൻ പറയുന്നത് പലപ്പോഴും ഇപ്പോൾ കാളീശ്വരനായി സൂചിപ്പിക്കുന്ന മാതിരി തെറ്റുകളുടെ പരിഹാരം തെറ്റുകൾക്ക് ശേഷമാണ് സംഭവിക്കുക. ഒരുപക്ഷെ ഇന്ത്യയിൽ 2014 നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രമുഖ വിഷയമായി ഈ ന്യൂനപക്ഷ വേട്ട, ഭീകരവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ന്യൂനപക്ഷ വേട്ട മാറിത്തീരുകയും അതിൻ്റെ മേൽ BJP അടക്കമുള്ള അതിൻ്റെ നേതാക്കൾക്ക് നിലപാടെടുക്കേണ്ടി വരികയും ചെയ്യും. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് സുരേന്ദ്രൻ പറയുകയുണ്ടായി, ഞാൻ നുണ പറഞ്ഞു എന്ന്, പച്ചക്കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചത് എന്താണ്? ബാംഗ്ലൂരിൽ സുഖചികിത്സയേ ഉള്ളൂ. ആയുർവേദവുമായി ബന്ധിപ്പിച്ച് സുഖചികിത്സാ കേന്ദ്രങ്ങളാണ് ബാംഗ്ലൂരിലുള്ളത്. അല്ലാതെ കോട്ടയ്ക്കൽ പോലെ ഒരു വൈദ്യ പരിശോധനാ രീതി ഉള്ള സ്ഥാപനം അവിടെയില്ല. കോട്ടയ്ക്കൽ വന്ന് ചികിത്സിക്കുന്നു യെദ്യൂരപ്പ, ഒപ്പം അവിടെ ഒരാൾ ആവശ്യപ്പെടുമ്പോൾ സുഖചികിത്സയ്ക്ക് അയക്കുകയും ചെയ്യുന്നത് കോടതികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഒന്ന്. രണ്ടാമത് തീർന്നില്ല, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. യെദ്യൂരപ്പയെ അഗ്രഹാര ജയിലിലേക്ക് കൊണ്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ നടത്തുന്നതാണ് കർണാടക സർക്കാർ എന്നാണല്ലോ സുരേന്ദ്രൻ അവകാശപ്പെട്ടത്. എൻ്റെ സുഹൃത്താണല്ലോ, അദ്ദേഹം അവകാശപ്പെട്ടത് അങ്ങനെയാണ്. കാണുക, യെദ്യൂരപ്പ എത്ര ദിവസം അഗ്രഹാര ജയിലിൽ കിടന്നു, എത്ര കള്ളം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പല ഈ ഹോസ്പിറ്റലിൽ അഭയം തേടിയത്. അവിടുത്തെ പത്രക്കാർ തരം നിരന്തരം എഴുതിയതിന് ശേഷമാണ് വിഷമിച്ച് അദ്ദേഹം ഒരു ദിവസം വന്ന് ജയിലിൽ ഇരിക്കേണ്ടി വന്നത്. ഇങ്ങനെ സ്വന്തം കാര്യത്തിൽ കടുത്ത പ്രായോഗികത കാണിക്കുക, മറ്റ് ആളുകളുടെ കാര്യത്തിൽ കൃത്യമായും ന്യൂനപക്ഷ വിരോധം കാണിക്കുക, ഇതാണ് ആ സർക്കാരിൻ്റെ പൊതു സമീപനം.
തീർന്നില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോളട്ടെ. അദ്ദേഹം പറയുകയുണ്ടായല്ലോ കൃത്യമായി പ്രോസിക്യൂഷൻ ഹാജരാകും. ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നു എല്ലാവരും? പ്രോസിക്യൂഷൻ ഹാജരാകാത്തതുകൊണ്ട് ഒരു മാസം ആ കേസ് മാറ്റിവെക്കപ്പെടുകയുണ്ടായി. പ്രോസിക്യൂഷൻ ഹാജരാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അഗ്രഹാര ജയിലിനകത്ത് നടക്കുന്ന വിചാരണയിലാണ്. അതുമാത്രമല്ല, അഗ്രഹാര ജയിലിലേക്ക് വിചാരണയ്ക്ക് വരുമ്പോൾ പ്രമുഖനായ ഒരു വക്കീലിന് ലക്ഷങ്ങൾ കൊടുത്താൽ പോലും 30-35 കിലോമീറ്റർ യാത്ര വരേണ്ടി വരും. അതുകൊണ്ട് അന്ന് ആ കേസിന് മാത്രമേ അദ്ദേഹത്തിന് ഹാജരാകാനാവുള്ളൂ. കാളിച്ചേരാജിനത് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വക്കീലിനെ കിട്ടാതാക്കുന്നൊരു സാഹചര്യം കൂടി ആ സർക്കാർ അവിടെ ചെയ്യുന്നു. ഇതൊക്കെ തന്നെ മദനിയെ പീഡിപ്പിക്കുക, ഇരയാക്കുക എന്ന ഗൂഢലക്ഷ്യത്തിൻ്റെ മാത്രം നടപ്പാക്കലാണ്. ശ്രീ കെ സുരേന്ദ്രൻ, 9 കൊല്ലം അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ ജയിലിൽ കിടന്ന സമയത്ത് ഇതേ ബാസുരേന്ദ്ര ബാബുവിന്റെ പാർട്ടി ഭരിക്കുമ്പോഴാണ്, ബഹുമാനപ്പെട്ട ബാസുരേന്ദ്ര ബാബുവിന്റെ പാർട്ടി ഭരിക്കുമ്പോഴാണ് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊടുത്തത്. അത് വേറെ കാര്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. തീവ്രവാദ കേസുകളിലെല്ലാം, ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ഭീകരവാദ കേസുകളിലും ഇതുപോലെ ചില ആളുകൾ മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വരാറുണ്ട്. കാശ്മീരിലെ മിലിറ്റൻസ് നടത്തുന്നത് മനുഷ്യാവകാശ സമരമാണെന്ന് പറയുന്ന ആളുകളാണ് ഇവരൊക്കെ. അവരെല്ലാ കാലത്തും ഭീകരവാദത്തെ വെള്ളപൂശിയിട്ടേ ഉള്ളൂ. ബാംഗ്ലൂർ സ്ഫോടന കേസിലെ തീവ്രവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്, അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് കേരള സർക്കാരിനെ പോലെ രാജ്യരക്ഷയൊക്കെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത ഒരു സർക്കാർ അല്ല ഭാഗ്യവശാൽ കർണാടകയിലുള്ളത്. കർണാടകയിലെ സർക്കാർ നിയമം വിട്ട് ഒന്നും ചെയ്യുന്നില്ല. കർണാടകയിലെ സർക്കാരിന് ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ കേരളത്തിൽ വന്ന് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തത്. അവരുടെ അബ്ദുൽ നാസർ മദനിക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും കർണാടക സർക്കാരിന്റെ കയ്യിലുണ്ട്. കർണാടക സർക്കാരിന്റെ പ്രോസിക്യൂഷൻ വളരെ ഭദ്രമാണ്. എതിർഭാഗം ദുർബലമായതുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടാത്തത്. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി ജഡ്ജിമാര് ബി.ജെ.പിയുടെ വാദത്തിനനുസരിച്ച് തുള്ളുന്നവരാണോ? ബി.ജെ.പിയുടെ തെറ്റായ വാദമാണെങ്കിൽ, ബി.ജെ.പി രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ ഈ നിയമജ്ഞന്മാർക്കൊക്കെ അവിടെ പോയി വാദിച്ചു കൊടുത്തൂടെ? പിന്നെ അഗ്രഹാര അഡ്വക്കേറ്റ് കാളീശ്വരം രാജു പറഞ്ഞ ഒരു സാമൂഹ്യ സാഹചര്യം കൂടി ചേർത്ത് വായിക്കാമെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഇതിപ്പോ അഗ്രഹാര ജയില് ബാംഗ്ലൂർ നഗരത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. ഇതിനൊന്നും മറുപടി അർഹിക്കുന്നേ ഇല്ല. കാരണം ഇത് അഗ്രഹാര ജയിലിൽ ഈ തീവ്രവാദ കേസിൽ ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പിന്നെ എവിടെ കൊണ്ട് പാർപ്പിക്കണം എന്നാ പറയുന്നത്? എന്തായാലും ഈ ചർച്ച തുടങ്ങിയ ആദ്യഘട്ടം മുതൽ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഈ 9 വർഷം അദ്ദേഹത്തിന് നീതി നിഷേധിച്ചത് ഞങ്ങളല്ല, ബി.ജെ.പി അല്ല എന്ന്. 9 വർഷം അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെടുകയായിരുന്നു എന്ന അഭിപ്രായം ബി.ജെ.പിക്ക് ഉണ്ടോ? ഇല്ല, അന്ന് തമിഴ്നാട്ടില് അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. തമിഴ്നാട് സർക്കാർ അന്ന് കരുണാനിധിയായിരുന്നു. അന്ന് കരുണാനിധിയും പിന്നെ കേരളത്തിലെ സർക്കാരും തമ്മിലുള്ള ബന്ധമുണ്ടത്. അവർ ഒരേ മുന്നണിയുടെ ഭാഗമായിരുന്നു. തമിഴ്നാട് സർക്കാർ ശക്തമായിട്ട് പ്രോസിക്യൂഷൻ വാദം ശക്തമാക്കാത്തതുകൊണ്ടാണ് മദനി മാത്രമാണ് വിട്ടയക്കപ്പെട്ടത്. വേറെ ബാക്കി എല്ലാ പ്രതികളും ശിക്ഷിച്ചു. മാത്രമല്ല, അന്ന് തമിഴ്നാട് സർക്കാർ അപ്പീൽ പോകാനും തയ്യാറായില്ല. അത്രയും 100 കണക്കിന് ആളുകൾ മരിച്ച LK അദ്വാനിയെ തന്നെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമായി. നിങ്ങളെല്ലാവരും ഇപ്പൊ അതിനെ വെള്ളപൂശിയാണ്. അവിടെ മരിച്ചു വീണ 160 പേരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇവിടെ ആരും പറയുന്നില്ല. അന്ന് തമിഴ്നാട് സർക്കാർ അപ്പീൽ പോവാതിരുന്നത് കൊണ്ടാണ് മദനി പുറത്തു വന്നത്. മാത്രമല്ല, അന്നത്തെ പ്രോസിക്യൂഷൻ വളരെ ദുർബലമായിരുന്നു എന്ന് ആ കേസ് പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിനും രാഷ്ട്രീയമായിട്ടുള്ള കാരണമുണ്ട്. പക്ഷെ കർണാടക സർക്കാർ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയവും മദനിക്ക് അനുകൂലമായിട്ടോ മദനിക്കെതിരായിട്ടോ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, അവസാനമായി ഈ 9 വർഷം നീതി നിഷേധിക്കപ്പെട്ടയാളാണ് മദനി. കാരണം അദ്ദേഹത്തിന് തെളിവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. മാത്രമല്ല, വിചാരണ അനന്തമായി നീളുകയും ചെയ്തു 8 വർഷത്തോളം. അതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം നിയമപരമായി അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇതില് മദനി അദ്ദേഹം